ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ദുബായിലെത്തി. ഇന്നലെ സക്സസ്ഫുള്ളി ദുബായിലെത്തി. അപ്പോൾ ഇന്നലെ എയർപോർട്ടിൽ കുറേ കോമഡികൾ ഉണ്ടായിരിക്കണം. അത് പിന്നീട് നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും. സ്റ്റീലിന് ഇപ്പം തന്നെയെങ്കിലും ഒരു ജസ്റ്റ് മിസ്സിന് നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസരം കിട്ടിയിരുന്നു എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പം ദൈവഭാഗ്യത്തിന് ഓലോടൊക്കെ സംസാരിച്ച് കരഞ്ഞ് കാലൊടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് സ്റ്റീലിനെ അങ്ങോട്ട് പിടിച്ച് കയറ്റിയത്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പിന്നീട് വിശദീകരിച്ച് പറയാം. ഇപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് ലഞ്ച് ഇപ്പോൾ 4-5 മണിയായി. പക്ഷേ എന്നാലും നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് ഇവരൊരു സ്പെഷ്യൽ സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കൊടുന്ന ആൾക്കാരാണ് ഈ ഇരിക്കണോ കേട്ടോ. ഇതേപോലെ വേറൊരാളുണ്ട്, അപ്പുറത്തൊരു വണ്ടിയിലുണ്ട്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഞങ്ങൾ നല്ല നിങ്ങളെ ഈ ദുബായിത്തെ മന്തിയായിട്ട് കഴിപ്പിക്കാന്ന് വെച്ചാൽ നിങ്ങളെ നാട്ടിലത്തെ പുട്ടും കടലിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ, അപ്പാട്ട് മന്തിയാട്ടെ എന്ന് വെച്ചു. നല്ല യമനി ഒതന്റിക് മന്തി. അപ്പോൾ ഓതന്റിക് മന്തി കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. ഈച്ചു പറയൂ. അപ്പോൾ അത് നമ്മൾ ബോസുണ്ട്. അപ്പോൾ അഫിയുണ്ട്, ജിമ്മുണ്ട്, കേപ്പിയുണ്ട്, ബാക്കിൽ ആഷിക്കുണ്ട്. 1 2 3 4 5 6 7 8 സുഖമായിട്ട് പോവാം അല്ലേ? എട്ടാക്ക് സുഖമായിട്ട് പോകാൻ പറ്റണ വണ്ടിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ഈച്ചു ദുബായിലെത്തിയിട്ട്? എന്താണ് തോന്നുന്നത്? നാട്ടിൽ നിന്ന് ഒറ്റടിക്കുള്ള മാറ്റം, climate change is a very unsayable thing, you know. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി തന്നെ ഖത്തർ പോയപ്പോൾ ആകെ അങ്ങോട്ട് ഇതായി. അപ്പോൾ ഇപ്രാവശ്യം പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ആവേഗം പിടിച്ച് സെറ്റാക്കി ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതും കൂടി പറ്റില്ല. ആ ഖത്തർ പോയിട്ട് 2 കഞ്ഞിയാണ് പിടിച്ച്. ഖത്തറിൽ പോയിട്ട് കഞ്ഞി കുടിക്കേണ്ട അവസ്ഥയിനും. പ്രാവശ്യം പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ദുബായ് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ പ്രാവശ്യം വരും തോറും ഇവിടെ ഡെവലപ്മെൻറ്റ്സ് അല്ലാതെ വേറെ നമുക്ക് കാണാൻ പറ്റില്ല. ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ഡെവലപ്മെന്റ്സേ ഇവിടെ ഉള്ളൂ. അടിപൊളി വന്ന ഒരു ടൈമിലുള്ള കാര്യം പറയും. അതെ, ചൂടോ? അത് പറയണോ? കറക്റ്റ് വിശദീകരിച്ച് തരാം അടുത്ത വ്ളോഗ്. അതെ, ദുബായ് ഇതുവരെ അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്, ഫുഡ് അടിപൊളിയാണ്. പിന്നെ മൊത്തത്തിൽ നമ്മളിന്നിപ്പോൾ കുറേ റൂം തന്നെ ഇനിയിപ്പോൾ എപ്പോഴാണ് ഇറങ്ങിയത്. അപ്പം ഇനി ഇല്ലസിൻ്റെ ടീഷർട്ട് വാങ്ങാൻ വന്ന കുറച്ച് 3 ആൾക്കാരെ. അപ്പം നമ്മൾ ബീലബാൻക്ക് പോയി. ബീലബാൻക്ക് പോയാണ്ട് ബീലബാനിന്ന് ഒരു അനു പറഞ്ഞതിന് സ്ട്രോബെറിൻ്റെ ഒരു സാധനം മേടിച്ച്, പിന്നെ നമ്മൾ ന്യൂട്ടല്ല ഓറിയോ സലങ്കാട്ടി മേടിച്ച്, പിന്നെ എന്തേനി എന്തോ ഒരു ലാർജ് എന്തോ ഒരു സാധനം അതുകൂടി മേടിച്ച്. ആ 3 അല്ല അതല്ല എന്തോ ഒരു ലാർജ് മേടിച്ചിട്ടുണ്ടല്ലോ, വലിയൊരു സാധനം അതും മേടിച്ചു. ആ 3 സാധനവും പിന്നെ മൂപ്പർക്ക് ഒരേ ഒരു പൂതി, നിങ്ങൾക്ക് ഒരു കുനാഫ കൂടി മേടിച്ചു തരണമെന്ന്. അവിടെ കുനാഫ തപ്പിപ്പോയി കുനാഫയും മേടിച്ച് എല്ലാം കറങ്ങി നേരെ അഞ്ഞ് റൂമിലൊന്ന് കഴിക്കാന്ന് കരുതിയപ്പോൾ ബെല്ലുണ്ട് ഒറ്റയടിക്ക് ഇറങ്ങി വരുന്നു. അപ്പം നമ്മൾ നേരെ ഇതിലും ഈ വണ്ടിയിലും കയറി. റൈഡിങ് ലൈഫ്. ഉറങ്ങി കിടന്നപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു അബുദാബിയിൽ നിന്ന് അനുവിനെ കാണാൻ വന്നിട്ട് ഒരു 11 മണി ആയപ്പോൾ എത്തി. അത് 11 മണിക്ക് എത്തിയപ്പോൾ അനു നല്ല ഉറക്കം പറഞ്ഞാൽ നല്ല ഉറക്കം. എന്നിട്ട് ഒരു 2 മണിക്കൂർ പോലെ അവിടെ തന്നെ ഇരുത്തി. ഞാനങ്ങനെ കണ്ണ് തുറക്കണം, അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേനി. കണ്ണാണ് തുറന്നിലും നേരെ ചാടി ചെന്നാണ് പറഞ്ഞു, അനു ഒന്ന് നീച്ച് പ്ലീസ് പറഞ്ഞു. എങ്ങനെങ്കിലും ജിംഷ ഞാൻ കണ്ണുറക്കാൻ കാത്തിരിക്കുകയാണ്. കാരണം ബെൽക്ക് നല്ലോണം അറിയാം, ഉറങ്ങുന്ന നേരത്തെ എന്നെ വിളിക്കരുത് എന്നുള്ള ബെൽക്ക് നല്ലോണം അറിയാം. അദ്ദേഹം അവരോട് പറഞ്ഞു ചെയ്തിരുന്നു. കാരണം ഇന്നലെ ഞാൻ ക്ലൈമറ്റ് മാറിയോണ്ട് ഞാൻ മെഡിസിൻ കുടിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സെഡേഷൻ ഉണ്ടാവും, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കാൻ ചാൻസ് ഉള്ളൂ, ആരും വിളിക്കരുത് പറഞ്ഞിട്ട് ഞാൻ കിടക്കുകയാണ്. അതിലെൻ്റെ കണ്ണ് ഷാനു ഇങ്ങനെ വന്നിങ്ങനെ തോണ്ടുന്നുണ്ട്. കുറേ ആൾ വന്ന റൂമിൽ എടാ ഞാനല്ലേ പൊട്ടനെ പോലെ കിടന്നുറങ്ങുക. എന്നിട്ട് ഷാനുവിനോട് അനാൻസ ഇവിടെ വയ്ക്കണമെങ്കിൽ ഷാനു പുതപ്പ് തുറന്നുകൊണ്ട് കാണിച്ചു കൊടുക്കുക. മരിച്ചോലൊക്കെ ഇങ്ങനെ മുഖം കാണിച്ചു കൊടുക്കൂലേ, ആടാ അതേപോലെ ഞാൻ ഉറങ്ങി കിടക്കുമ്പോഴാണ് ലാസ്റ്റ് ആരോ ഒന്ന് മുഖം തുറന്നപ്പോൾ ഞാൻ മനസ്സിലായി. ഞാൻ എന്നിട്ട് എല്ലാം തിരിച്ചിട്ട് അപ്പം ആൾക്കാർ ഫുള്ള് ഞാൻ ഉറങ്ങി. അനാൻസ ഇവിടെ അനാൻസ ചത്തുറങ്ങുക. എന്നിട്ട് അത് ഇനി ഷാനു കാണിച്ചു കൊടുത്തു. അനാൻസ ഉറങ്ങി കിടക്കുന്ന രൂപം കാണാൻ പറ്റിയ കുറേ ആൾക്കാർ പാവങ്ങൾ ഇന്ന് അവിടെ വന്ന് പോയി. അപ്പോൾ എന്തായാലും ജിംഷാൻ്റെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുവന്ന്
ഓല കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഓലും ഇതേപോലെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എണീറ്റ് ഇപ്പോൾ തിരിച്ച് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് UAE-ലുള്ള ആൾക്കാർ വ്ളോഗ്സ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ നാളെ നമ്മളൊരു പരിപാടി ഉണ്ട്, അതായത് 22 UW മാൾ ബുർജ്മാൻ മൻകുൽ, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മൻകുൽ ബുർജ്മാൻ സ്ഥലത്ത് നമ്മുടെ ഒരു സിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട്, അവരുടെ 6th ഔട്ട്ലെറ്റിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മളെ പരിപാടി അവിടെ വൈകുന്നേരം 5-6 മണിക്ക് നടക്കാൻ പോവുകയാണ്, 5 മണിക്ക് നടക്കാൻ പോവുകയാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും വരിക, നമ്മളെ പരിപാടി എന്തായാലും അവിടെ നിന്ന് കാണാം. ഞങ്ങളെല്ലാവരും ഉണ്ടാവും, നിഹാൽ, സ്റ്റീല്, ഇച്ചു, അഫി, ജിമ്മി, ഷാനു, ഫാത്തിമ, KP, അഷിക്ക, എല്ലാവരും ഉള്ള പരിപാടിയാവും. സോ നല്ലൊരു പരിപാടിയാവുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് എന്തായാലും അപ്പം നമുക്ക് ഇനി ഈ വണ്ടിയിലാണ് ഇനി ഷാനൊക്കെ കേട്ടോ. ഷാനൊക്കെ ആ വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഹായ് കൊടുക്കി, നിയാലും ഫാത്തിമയും ടീമൊക്കെ ബാക്കിലുണ്ട് കേട്ടോ. ഫുൾ ദുബായ് കൂടെ കറക്കം തന്നെ. അപ്പം ഇന്നലെ രാത്രി കൽഫൊക്കെ വന്നീനു. കൽഫോനി നമ്മൾ കണ്ടു, മീറ്റ് ചെയ്തു, നിങ്ങോട്ടൊക്കെ പോകണം എന്നൊക്കെ മൂപ്പര് ഇങ്ങനെ പറഞ്ഞു, ടർഫൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ ഹോട്ടലിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ദുബായിത്തെ ആൾക്കാർ മറക്കണ്ട, സിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഇനോഗ്രേഷന് 22 ഈവനിങ് 5 മണിക്ക് നമ്മളെല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. പറ്റുന്നവരും ഇഷ്ടമുള്ളവരും പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ വായോ. നമുക്കെന്തായാലും കുറച്ച് ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ കേട്ടിട്ട് പോവാം. സോ എന്തായാലും നമുക്കിനി എത്താനായാ എത്തി. അപ്പോൾ എന്തായാലും എന്താ എടുക്കണേ, വെറുതെ എടുക്കല്ലേ. ഈച്ചോ ഈച്ചിപ്പം കുറച്ച് കണ്ടന്റ് ക്രിയേഷൻ കയറിയിരിക്കണെന്നാണ്, ക്രിയേഷൻക്ക് കയറിയിരിക്കണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് എന്താ നിർത്തിനെ കുറെ കാലം സമയം കിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഏകദേശം നമ്മളെ ലൊക്കേഷനിലെത്തി, അവിടെ എത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളൊക്കെ കാണാം. ചിറപ്പുഞ്ചി വെയിലത്ത് നില പെട്രോൾ തുഴഞ്ഞെത്ത്, ഇതേതാ അത് ലെക്സസ് അല്ലേ? ചിറപ്പുഞ്ചി മഴയത്ത് നില ലെക്സസ് തുഴഞ്ഞെത്ത്, ചിറപ്പുഞ്ചി വെയിലത്ത് നില ക്രൂയിസർ തുഴഞ്ഞെത്ത്, ചിറപ്പുഞ്ചി വെയിലത്ത് നില പെട്രോൾ തുഴഞ്ഞെത്ത്, ദുബായിലെത്തി 46 ഡിഗ്രി ചൂട്, ദുബായിലെത്തിക്കണ്, ചൂട് അടിച്ചിക്കണ്, ചൂട് പെരും ചൂട്, ചൂട് പെരും ചൂട്, നെഞ്ചില് ചൂടാണ്, മൊത്തത്തിൽ ചൂടാണ്. അഹ്ലൻ വസഹ്ലൻ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. What's your good name? I'm good. What's your good name? Mahmoud. My name is Hanan. MashaAllah. You're from Egypt, bro. Egypt. Yes, We love Egypt. Oh my God. From where, bro? Huh? You from where? You're from India. India. Very nice. Like I have one small YouTube channel. Can you say hi to all my subscribers? Hello. Hi Kerala. Hi Kerala. Hi India. Hi India. India number one. Hi Hanan family. Hi. Hanan family. It's my YouTube Welcome. channel. Welcome to Hanan family here. Thank you so much, my friend. Thank you so much. Nice person. Nice personality. I like you. Thank you so much. പോലെ അപ്പൊ ഇതാണ് മെയിൻ ബോസ് കേട്ടോ. ബോസ് നമ്മളെ കൊടുന്ന ആളാണ്. നേരത്തെ വണ്ടിയിൽ മറ്റോലൊക്കെ കൂട്ടിയെടുത്ത് ശരിക്കും ബോസ് ഇതാണ് അല്ലട്ടോ. അപ്പോ ഒരു അടി കുടിച്ചോ. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ വ്ളോഗ് എടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. കഷ്ടകാലത്തിന് ഏതായാലും അറബികളൊക്കെ ഇതിൻ്റെ ഇടയിൽ പെട്ടാൽ ആകെ സീനാവും. അവിടെ കൈയാട്ടണം. കുടിച്ചതിന്റെ അടിയിൽ എന്റെ മനസ്സിൽ ഇത് തരണം എന്നുണ്ടായിട്ട് കാര്യമില്ല, അവിടെ പറയണം. ഈ സാധനം എത്തത് എന്റെ കോലം കുറവുണ്ട് കേട്ടോ.
പുറത്തേക്കല്ലേ? വെള്ളത്തിന് ചൂടുണ്ടോ? നേരെ ചായ ഓ ചായ എനിക്ക് നേരെ ചായപ്പൊടിയും കുറച്ച് പാലും പറഞ്ഞു കൊടുത്താൽ മതി. അത് ഇങ്ങനെ കുറച്ച് പഞ്ചസാര ഇളക്കിയ ചായ ആയി. മുകുണ്ടാൻ ഇനി അവിടെ മാപ്പ ബസ്സിലല്ല ഇവിടെ ഉണ്ടേ. ഹൈ പിടിച്ച് വലിക്കലടാ. പിടിച്ച് വലിച്ച നാട്ടിലെ പോലെ പിടിച്ച് വലിച്ചിട്ട് കാര്യമില്ല. ഷാൻ വന്നിട്ടേ ഷാൻ ഇവിടെ എത്തിയിട്ടേ ഇവിടെ ഒന്ന് ഇങ്ങനെ ആട്ടിട്ട് കാര്യമില്ല. ഇവിടെ കാട്ടണോ? ഇതെന്താ ഇവിടെ ഒരു വാഷ് ബേസിൻ കുട്ടിയാക്കോ? അപ്പൊ എന്തായാലും ഇല്ലേ അടിക്ക് പിടിച്ചിട്ട് മെല്ലെ കൊണ്ടേക്കും. അല്ല കിട്ടിയോ? അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ ദുബായിലെത്തിയിരിക്കുന്നു. എങ്ങോട്ടാ പോയത്? ബി11കോ? We went to B11. We bought 3 items. Tomorrow you have school? No. No. Tomorrow is Sunday. Ya Allah, baby. After tomorrow? After tomorrow is result by no school. കുനാഫ കിട്ടിയോ? ഇവിടെ നിന്ന് വേണോ? Island. എന്നാ കുനാഫ പറഞ്ഞോളി. എന്ത് കഷ്ടാണിത്? അപ്പൊ പിന്നെ എന്തിനാ ചോദിച്ചു മുമ്പര്? എന്നാ കുനാഫ പറഞ്ഞോളി. So after tomorrow you have school? Monday no school. Why? Election result. No school. Why? Election result there will be school. No. Why school have to give leave when it's election result? They have already given leave for like booth fitting, booth security. Allah, don't be the good and guy election. right now. Don't be the good guy. Don't be the good guy right now. I took you here. No, Allah, not that. Ah. Like don't think like why is there a leave? Like be happy for the leave. Okay. So we have to always think for the positive side. Positive sense. Don't think the negative. Why? Okay. Why, When why? the exam comes, Don't ask. when the condemnation comes, you also think the positive side. This is full leave. Full leave. Yeah, Monday is full leave. ശരിക്കും ഇപ്പം പോകുന്നില്ലേ? വെള്ളി ലീവാണ്. +1 സ്റ്റുഡൻസ് വരുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ ഇവന് സ്കൂൾ ഓണപ്പൂട്ടിന്റെ മേലുള്ള ലീവ് കിട്ടി. തിങ്കളാഴ്ച എന്തിനാ ലീവ്? മഴ ചെയ്തോണ്ട്. ചൊവ്വാഴ്ച ബാലറ്റ് ഫിറ്റിങ്, ബുധനാഴ്ച തലേന്ന് ബാലറ്റ് പ്രൊട്ടക്ഷന്, വ്യാഴാഴ്ച എലക്ഷൻ, വെള്ളിയാഴ്ച +1 സ്റ്റുഡൻസ് വരുന്നുണ്ട്, ശനിയാഴ്ച ഓൾറെഡി ലീവ്, സൺഡേ ഓൾറെഡി ലീവ്. ഇനി മൺഡേ ഇലക്ഷൻ റിസൾട്ട് ഉള്ളതുകൊണ്ട് അന്നും ലീവാണല്ലോ. അന്ന് ലീവാണെന്നാണ് എനിക്ക് തോന്നണത്. എനിക്കറിയില്ല. ഇടല്ലേ ലീവ് കയ്യിൽ നിന്ന് എടുത്താണ്ട് ലീവാണേ. നമ്പറിന്റെ കമന്റ് ചെയ്തിട്ടോ. നാട്ടിലത്തെ ന്യൂസ് പടിയും കിട്ടൂട്ടോ. കിട്ടും, എനിക്കറിയാം. എന്താണ് ഓർഡർ ചെയ്തത് നമ്മൾ? മോമോ? No. ലഹം. അഹ്മർ മീൻസ് റെഡ്. No. അത് അസ്വദ്. അസ്വദ് ബ്ലാക്ക് ആണ്. മണ്ട. നാഹ്ലർ. അഹ്മറാണ് റെഡ് അല്ലേ? അഹ്മർ റെഡ് അല്ലേ? അസ്വദ് കറുപ്പല്ലേ? ഫുൾ ആടിന് എന്താ പറയാ? ആടിന് ലഹം. ലഹമല്ല, വേറെന്തോ ഒരു പേര്. ചൊമ്പാടോ? ഇവര് ഓർഡർ ചെയ്തപ്പോ അങ്ങനെ എന്തോ. ആടിനെന്താ പറയാ? ഐനബ്. അത് മുയലല്ലേ? ഐനബ് പറഞ്ഞെന്താ? മുന്തിരിയോ ഉറുമ്പോ? സൈനബ് അല്ല, ഐനബ്. ഐനബ്. ഐനബിന്റെ മീനിങ് എന്താ? എല്ലാവരും കമന്റ് ചെയ്യട്ടോ അറബിയില്. മുന്തിരി എന്താണ്? ചക്കക്ക് എന്താ അറബി പറയാ? പൈനാപ്പിളിന് എന്താ അറബി പറയാ? പൈനാപ്പിൾ. അങ്ങനെ വരാ. അങ്ങനെയൊക്കെ കൂത്തമ്പാറ. കൂത്തമ്പാറു.
പൂക്കോത്തും ബാദം. എന്തായാലും അറബി എക്സാം ഒക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, പൊളിച്ചീനിയാണ്. പൂക്കൂത്തും ബാദം. തിങ്കളാഴ്ച കൂടെ അവധിയിട്ട് 8 സൗദി ആയില്ലേ? എങ്ങനെ അവിടെ എൻജോയ് ചെയ്തില്ലേ അവധിക്കാലം? ഷാനു അവർ ഒരുപാട് ടീഷർട്ടുകൾ വിറ്റാണ്ട് അവിടെ ഇരിക്കുന്നുണ്ടോ? ഷാനു ടീഷർട്ട് കാട്ടി കൊടുക്ക്, കാട്ടി കൊടുക്കടാ. എല്ലാവരും ഇല്ലസ് ഇട്ടുണ്ടോ? ഷാനു കുളിച്ചിട്ടില്ലടാ. ഷാനു വന്നിട്ട് മോൻ കാണിച്ചു. ഷാനു വന്നിട്ട് ഇതുവരെ കുളിച്ചിട്ടില്ല. ഫുള്ള് ആ ടീഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ ക്യൂട്ടായി ഇങ്ങനെ ഫുള്ള് ചീഞ്ഞ് മണപ്പിച്ച് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇരിക്കണ്ടോ. ഒന്നും കുളിച്ചിട്ടുമില്ല, കുളിച്ചലുമില്ല, തിന്നലുമില്ല, ഒരു പരിപാടിയില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ സെറ്റല്ലേ? പരിപാടിക്ക് സെറ്റല്ലേ? ഷാനു സെറ്റല്ല, സെറ്റല്ല. നീ തിക്കത് തൊട്ടത് നീ തിക്കത് ഹോളതു അത് കന്നഡല്ലേ? എന്താ ഡബിൾ മീനിങ് ഉണ്ടോ നമുക്ക്? ഇബല് ഈസാനി അഫീഫ് ഞാനും ഇബനും ടീമായ പേടിക്കണ്ട, ഇബനും ടീമായ പേടിക്കണം. നേരമ്പിലിങ്ങനെ തിരിച്ച് പോണ പോലെ പേടിക്കണം. അതായത് വെട്ടിക്കൂട്ടി തുഞ്ചം പരിപാടി. ഇപ്പാനടക്കം കറിക്കരിബല്, ഇപ്പാനും ഇമ്മാനും കറിക്കരിഞ്ഞാണ്ട് വളമ്പിയാണ്ട് തിന്നു. അങ്ങനെ ടീമാവും ഇബല്. അപ്പം അതിനിതുവരെ ഇട കിട്ടിയിട്ടില്ല. ഗെയിം തുടങ്ങിക്കാണ്ട് ഫസ്റ്റ് ഒരു ഏതോ റാൻഡമായിട്ട് പോണ ചങ്ങയുണ്ട്. അവനോട് നിങ്ങൾ പോണത് കാക്ക എല്ലാവരും ഏതോ ആണോ? വന്നേ അങ്ങനെ മറ്റേ അതിലേ അങ്ങനെ ഒരു പോണതല്ലേ പറഞ്ഞേ ഞാനും നിഹാലും. അപ്പൊ നിയാല് കൊടുന്നൊരു ഗെയിമാണ്. ഏതാ ഗെയിം വെച്ചാൽ പൊന്നാനിയിൽ എല്ലാവരും കളിച്ചു വരുന്ന ഗെയിമാണെന്നാണ്. അപ്പൊ പൊന്നാനി നാട്ടുകാരുണ്ടാക്കിയ ഗെയിമാണെന്നാണ് നിയാല് നമ്മളോട് പറഞ്ഞത്. എന്തോ പേരുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും. മാറിക്ക്, ഇനി കുടുംബം വന്നൊന്നുമില്ല. അടക്കി ഫാത്തിമ വാണേ സൂപ്പ കുടിച്ചോ? അതെ, എല്ലാം പറ്റും. ഇന്നിവിടെ എല്ലാവർക്കും എല്ലാം പറ്റും. ഇതെങ്ങനെ കുടിച്ച ഇങ്ങനെ? അസർബ ആരോ കേപ്പിനെ ഏപ്പി ആക്കിട്ടോ, അസർബാക്കി. കലപ്പ വന്നപ്പോ എന്താണ് ഇന്നും മൂക്കിനോട് കിട്ടോ? എങ്ങനെയുണ്ട് മട്ടൻ സൂപ്പ്? അന്നും ഇന്നും എന്നും എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്കറിയാം. അഫീഫ് അല്ലെങ്കിലും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡിനോട് അഫീഫും പ്രത്യേക ഒരു സ്നേഹം. മട്ടൻ സൂപ്പ്, മട്ടൻ ബിരിയാണി, ഫിഷ് മഗ്ലി. അപ്പം എന്തായാലും ഇനി സാധനങ്ങളൊക്കെ വന്നിട്ട് അല്ല ഇപ്പോൾ വെക്കും. മെയിൻ ഫുഡ് വരുമ്പോൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ കുറച്ച് പച്ചല സർബത്തൊന്നുണ്ടോ? അതെങ്ങനെയുണ്ട്? സൂപ്പിന്റെ ടേസ്റ്റ് മുഴുവൻ പോയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. അഫിക്ക് അത് ഇഷ്ടപ്പെട്ടു. പച്ചലയില് മന്തി വരട്ടെ. പച്ചലല്ലോ മന്തി നേരത്തെ. ഇത് ടേസ്റ്റ് ഉണ്ട് അതിനേക്കാളൊക്കെ. ഇതൊക്കെ തിന്നണം. എന്താ വെച്ചാൽ ഹെവി ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനത്തെ പച്ചല വർഗ്ഗങ്ങൾ കയറണം. സൂപ്പ് കഴിച്ചാൽ സൂപ്പ് ഒരു ആ മന്തിയുടെ വരവേൽക്കാനുള്ള ഒരു മൂഡിലേനു. ആ മൂടാണ് പോയി. പച്ചലൊന്നല്ലേ, പച്ചലാണെങ്കിൽ കുഴപ്പമില്ല. പച്ചലേക്ക് തക്കാളിലേക്ക് വീഞ്ഞിരിക്കുന്നു. അത് ആ ടേസ്റ്റാണ്. അതിനോട് പേരുണ്ട്. ഇതിന്റെ പേരെന്താ? റോക്ക കബൂൽ. ആ നാട്ടിലുണ്ട്. കബൂൽ സലാഡല്ല, തബൂൽ സലാഡ്. കബൂലായി പേര് പോലെ. അപ്പം എന്തായാലും മെയിൻ ഫുഡ് കഴിച്ചാൽ അവിടെ കപ്പിൾസ് ഇരിക്കുന്നുണ്ടാ. ബ്ലൂ ആൻഡ് ബ്ലൂ, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ട്രെൻഡിങ് ഡോട്ട് ടച്ചാ. കപ്പിൾസായി അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങാം. പുതിയുണ്ടോ?
എങ്ങനെ എന്ത് ആ ബെബ്സി വല്ല ബെബ്സി ഡുവറ്റ് അല്ല ഡയറ്റ് അങ്ങ് പാളിക്കണല്ല. അപ്പം എന്തായാലും വലിയ ഫുഡ് എത്തുമ്പോൾ കാണാം. ഞാൻ എന്താ അറിയില്ല, വൻ ക്ഷീണം. ദുബായിലെത്തിയതിനു ശേഷം പെരും ക്ഷീണം. നിയാൽ എന്തറ്റി ഇവിടെ നിയാലിൻ്റെ ഒരു അൺസീൻ ക്ലിപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ എണീറ്റിട്ടോ, പേടിച്ചെണീറ്റ് കുറച്ചോനെ കുറച്ച് അവിടെ ഇരുന്നോ. ബീലബാൻ മേടിക്കാൻ പോയി. ബീലബാനൊക്കെ മേടിച്ച് സാധനമൊക്കെ മേടിച്ച് കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ ശുണ്ടല്ലേ, ഒരു ശുണ്ടൻ നിയാല്, ഒരു 4 സെന്റ് ശുണ്ട് നിയാല്, തട്ടമ്മ ശുണ്ടൻ, കറക്റ്റ് തത്തമ്മ ശുണ്ടൻ. ഇമ്മേ അയ്യോ ഗ്രാഫ് മൊത്തം ഇടിഞ്ഞല്ല. ആശിക സന്യാസത്തിലാണ് തോന്നുന്നത്. ആശിക്കും കേപ്പിയും ഉണ്ടാക്കണ ആരും നോക്കണോ, അപ്പോൾ ഒരു ഫുള്ള് കിളി പോയിരിക്കുക. വന്നപ്പോൾ തൊട്ട് കട്ടാണ് ഇപ്പനും കേപ്പിയും. ഇളമാൻ കണ്ണിലൂടെ ഐ ആം തിങ്കിങ് ഓഫ് യു, ഇളനീർച്ചെരിവിലൂടെ ഞാൻ നിന്നെ പറ്റി ചിന്തിച്ചിരിക്കുകയാണ്. ഇളനീർച്ചെരിവിലൂടെ ഐ ആം തിങ്കിങ് ഓഫ് യു. ഒരെണ്ണ മറ്റേ ഏതാ പാട്ട്, മിന്നൽ കവിതകളായി നെഞ്ചിൽ പടരാം ഹോ ലജ്ജാവതിയേ ഓ ശിവേട്ടാ ഉന്മതി. ഉന്മതി. ശിവേട്ടാ നോർത്ത് നിന്നാണല്ലോ. ഞം 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 കുറച്ച് റീല് കാണാം. അപ്പം എന്തായാലും ഫുഡ് എത്തിയിട്ട് പൊടി 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 ചിക്കൻ ഉണ്ട്. എന്തേ എടാ എനിക്ക് ഇതിട്ടാ മീറ്റ് ഇട്ടാ, എനിക്ക് മീറ്റ് മാത്രമേ പറ്റുള്ളൂ. എനിക്ക് ആ മീറ്റ് ഇട്ടാ. ജിമ്മി ഫുഡ് അനുസരിച്ച് എടുത്താ ജിമ്മി. ഇതെന്താ റൈസാ, ഇത് കുറച്ച് അധികം ആവുന്ന എനിക്ക് തോന്നുന്നു കേട്ടാ. എന്തേ ഇതെന്താ ചിക്കൻ, ഇത് മട്ടൻ, ഇതോ മട്ടൻ. ടേസ്റ്റില്ലേ? എല്ലിങ്ങനെ കൊടയും, എല്ല് കൂടി ആ എല്ല് പിടിച്ച് ഇങ്ങനെ ഈ എല്ല് തലക്ക് പിടി, എന്നിട്ട് ഇങ്ങനെ കൊടയും, മീറ്റ് ഇങ്ങനെ കൊടയും. കറാൻ പട്ടില്ല. മട്ടൻ ആടിന്റെ കരള്. പിന്നെ സാധനം എടുത്തില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടാ? എനിക്കാ കരിഞ്ഞ അത്ര ഉണ്ടോ? താങ്ക്സ് മുത്തേ. കരിഞ്ഞ ഭാഗം എടുത്തോ. ഇതൊക്കെ മട്ടണ ഇന്ത്യൻ മട്ടാൻ.
മയോണൈസ് ഉണ്ടാവില്ല കേട്ടോ. എന്താ പറ്റിയത് ആർക്കോ മൈൻഡ് കണ്ട ഭക്ഷണം കഴിക്കല്ലേ കഴിഞ്ഞു വേണ്ട ജിംഷ കഴിക്കാം. അപ്പം എന്തായാലും അതിനൊരു പൊട്ടെടുത്താ മോനെടുത്താ ആ പൊട്ടെടുത്താ നീ കേപ്പിയ എൻ്റെ പ്ലേറ്റ് എവിടെ? ആയിക്കോട്ടെ. ചിക്കനല്ല മട്ടനാണ്. എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഫുഡൊക്കെ എത്തി. ആഷിക്ക നിയാല് ചെക്കന്മാരൊക്കെ വന്നടി കേട്ടോ. തൈരും കൂടി അടിച്ച് തുടങ്ങിയില്ലേ. അപ്പോൾ എന്തായാലും ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഒരു ദിവസമുണ്ട് അതിനെ പെടുത്ത് തിന്നണേ മച്ചു എന്തൊറ്റി ക്ഷീണിച്ചു തളർന്നു പോയോ? ഇവിടെ ഒരു കടക്ക് ഒരു തലക്കടി കിട്ടിക്കണമെങ്കിൽ ഇവിടെ കിടന്നുറങ്ങും. എന്നിട്ട് രാത്രി പിന്നെ ഒരു മന്തി അടിച്ച് കിളി പോയി ടഫിന്റെ കിട്ടുക്കും. ഫുൾ മന്തി അടിച്ചിട്ട് മത്ത പിന്നെ എല്ലാവരും പേരും തീറ്റ നല്ല പച്ചളി യോഗട്ടും. വൈറ്റ് റൈസ് അത് വേണ്ട മതി തീറ്റല്ലേ. ഷാനൊക്കെ എന്ത് ചെയ്ത് ഓൾറെഡി മട്ടൻ കബ്സ, മട്ടൻ മന്തി, റെഡ് റൈസ്, റെഡ് ആൻഡ് വൈറ്റ് റൈസ് മിക്സ്, വൈറ്റ് റൈസ്, പിന്നെ സകല പച്ചല കൊണ്ടുള്ള സലാഡും ജ്യൂസും പെപ്സിയും മൗണ്ടൻ ഡ്യൂ വെള്ളം എല്ലാം കഴിഞ്ഞിട്ട് 4 പീസ് കുനാഫിന് വന്നു. എന്താ പറയണേ ഞാന് പറയേ റൂമിൽ നിന്ന് കുറ്റിയിടാ ഷാനുവിനെ നാളെ രാവിലെ നമ്മളെ ബാത്റൂമിൽ കയറ്റണ്ടാവും. അപ്പൊ നിയാലിനും ഷാനുവിനും അടുത്ത പരിപാടിക്ക് വിസ അല്ല, വിസ ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഷാനു. അഫി എങ്ങനെയുണ്ട് കുനാഫന്നോ? ഇഷ്ടപ്പെട്ടോ? ആ തീറ്റ ഫാത്തിമൊക്കെ ഇരുന്ന് ചെമ്പമ്മ ഇരുന്ന് തിന്നുന്നുണ്ട് ചോറ് തിന്നണ പോലെ. ഫാത്തിമ ആ എന്തിനാ മേലത്തെ ഇത് മാറ്റണേ? ഇഷ്ടമില്ല, മറ്റേ മാത്രം ഇഷ്ടം. ഓ പുല്ലൊക്കെ എടുത്ത് അതിത്തെ പുല്ല് കുനാഫന്റെ പുല്ല് തട്ടിയ വാങ്ങി. പ്ലെയിൻ കുനാഫ ഏതാ ഫാത്തിമ? ഈ പുല്ല് ഒഴിവാക്കിയ കുനാഫ. ഇങ്ങനെ എന്താണ് എനിക്കൊരു ബക്കിലാവുന്നുണ്ടോ അല്ലേ? പുല്ലാണ് വേണ്ടി. പലതരം തീറ്റക്കാരെ കണ്ടുണ്ടോ? ഇജായി തീറ്റക്കാരെ ആദ്യമായിട്ട് കാണാണ്. ഈ പുല്ല് കുനാഫന്റെ മേലത്തെ പുല്ല് മൊത്തം എടുത്താണ്ട് കുനാഫന്റെ സാധനങ്ങളും ഫില്ലിങ്ങും ചീസും ഹണിയൊക്കെ അവിടെ വെച്ചിട്ട് ഈ ഇത് മാത്രം തിന്നു. അപ്പം എന്തായാലും ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഭക്ഷണം കഴിച്ച് തിരികെയാണ്. യു ഹാവ് ഗുഡ് ഐസ് മാഷാഅല്ലാ. Even my brother have got good eyes. Look at his eyes. It's also same, right? Even you got ഇതും പൂച്ചക്കൺ അല്ലേ? You have പൂച്ചക്കൺ? Cat eyes, right? What's your name? Salim. Where are you from? Egypt. You both are from Egypt. Mohammed Salah. Mo Salah. All okay, bro. Yes, all okay, Len. All okay. Say hi to all my subscribers. Hi Hanan family. Hanan family, yeah? Hi, tell Hanan. Hi. Hanan Hi, Hanan family. family. Hi. Okay, thank you so much. Thank you so much. See you, brother. See you. See you, bro. Thank you. Egypt number 1. Number 1. Okay.
India number 1. India number 1. Egypt number 1. Kerala number 1. കറാമ സൈഡ് വെയിലത്ത് ഇതാണ് city കട്ടൻ center അല്ലേ? ചായ കുടിച്ചെത്ത് കറാമ വെയില് ഐഷിന്റെ പേര് തിരിക്കണേ. കറാമ സൈഡ് വെയിലത്ത് കട്ടൻ ചായ കുടിച്ചെത്ത് കറാമ സൈഡ് വെയിലത്ത് കട്ടൻ ചായ കുടിച്ചെത്ത് ടു 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 ടു. അങ്ങനെ പോണല്ലോ അത്. അങ്ങനെ അപ്പോൾ നമ്മളെ വണ്ടികളാണ് ഉണ്ടത്. അതൊരു വണ്ടിയാണ്. ഇത് ആ അടുത്തൊരു വണ്ടിയാണ്. പിന്നെ അവിടെ ഒരു വണ്ടി ഉണ്ട് നമ്മളെ ഈസാൻ എന്താ കാട്ടണേ വെയിലത്ത് ചിറാപ്പുഞ്ചി ഷൂട്ട് ചെയ്യാ. ഓഫ് ചൂടടിച്ചിട്ട് ഓ ചൂടത്തൊരു ഓ ഒരു ചൂട് ചായ ചുണ്ടോണ്ട് ശൂതി കുടിക്കണേ. കാറ് സ്റ്റാർട്ടാക്കിട്ടോ അവിടുന്ന്. അപ്പൊ ഉള്ളിൽ ആള് കയറാതെ സ്റ്റാർട്ടാക്കാൻ പറ്റിയ വണ്ടി നമ്മൾ എടുത്തില്ല കേട്ടോ. ചില്ലറ വണ്ടിയല്ല. ഒന്ന് സൈഡിക്കുന്ന ഓ മമ്മൂട്ടി തന്നെ ഒരു പരവതാനി നെഞ്ചത്ത് കൂടെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കേട്ടോ. ഇനി ഞാനൊരു കൂടെ കിട്ടിയോ ഓ സെറ്റ് കയറാണ്ട് ഇപ്പോൾ പോരും. പോവല്ലേ വെയിലുള്ളത് വിട്ടാലോ. വെയിലത്ത് ആ വെയിലത്തോ ഇരുന്ന ഓരോ വൈബാലെ ചോദി. ഓ ഉള്ളിൽ സ്ഥലം പുറത്തിരുന്ന് ഫുഡ് കഴിക്കണം. ഓനതോ ഇഷ്ടം. ഒറ്റക്ക് മാറുന്നല്ല വെയിലില്ലാത്തടത്ത് കൊതിങ്ങുന്ന. ബൈ ഷുവർ ബൈ മൈ ഫ്രണ്ട്. ബൈ സേ ബൈ. പോവാ. ഇപ്പൊ തന്നെ ഇത് മാറി കയറാൻ പോവാ. പൂച്ച കയറിയിട്ടൊക്കെ വണ്ടിമ്മ കൂടെ അല്ലേ. ഫോട്ടോഷൂട്ടിന് എല്ലാ പൊട്ടന്മാരും അവിടെ എത്തിയിട്ടുണ്ടോ ഫോട്ടോഷൂട്ടിന്? നിയാലും അഫീഫും ഈസാനും ഷാനും അമ്മാരി വെയിലത്ത് അവിടെ ഫോട്ടോസും റീൽസും എടുക്കണം. സമ്മതിക്കണം. ദുബായിൽ ഇപ്പോഴത്തെ വെയിലത്ത് റീൽസ് എടുത്ത് നടക്കണ പോലെ സമ്മതിക്കാൻ വേണം. അടുത്ത അഫീഫിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് അങ്ങോട്ട് പോയോക്കാ. കുറച്ച് നോക്കത് 2x ആക്കി നോക്ക്. ഞാനൊരു ടെന്നീസ് സ്റ്റെപ്പിങ് കഴിക്കണം. അതിൻ്റെ ഇടയിൽ തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ. അതല്ല ഇജ്ജ് നടക്കണല്ല ഷാനൂബലിന്റെ ഒരു സീൻ. ഷാനുവിൻ്റെ ഒരു കിടിലം പിക്ക് കിട്ടിയിട്ടുണ്ടോ അവിടെ? പ്രൈവസി ഇട്ടിട്ടൊന്നും കാണൂല. പ്രൈവസി ക്ലാസ് ആയിട്ട് ഒന്നും അല്ലാ അതല്ലേ പറഞ്ഞേ. സബ്സ്ക്രൈബേഴ്സിന് കാണുന്നുണ്ടോ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഫോണ് കാണുന്നില്ല. എത്തത് ഞാനുണ്ട് കാരണം ഞാൻ കാണുന്നുണ്ടോ? കണ്ടിന്യൂല് പോണ അന്യനാട്ടുകാരൊക്കെ വിചാരിച്ചിരിക്കണം ഏതാണ് ഈ പൊട്ടന്മാർ ദുബായ് കാണാത്ത ടീം കാണാണ്ട് ഫിറ്റാക്കി പോവാം. ഒഴിവാക്കിയോ? പോരി പോവാ. വണ്ടി കയറി ഇവർക്ക് പിരാന്നാണ്. നമ്മളെന്തിനാ അത് അനുകരിക്കണത്? ബാ നിമിഷ പോവല്ലേ ഇക്ക പോവല്ലേ വാ. സുഹൃത്തുക്കളെ നമ്മളെ വണ്ടിയിൽ കയറാൻ പോവുകയാണ്. സോ നാളെ മറക്കണ്ട ദുബായ് പീപ്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടുമോറോ വി ആർ പെർഫോമിംഗ് അറ്റ് മൻകൂൽ UW മാൾ ബുർജ്മാൻ UAE ഫോർ സിയ ഗോൾഡ് 6th ഔട്ട്ലെറ്റ് ഇനോഗ്രേഷൻ. അപ്പോൾ എന്തായാലും ഇനി ഹോട്ടലിൻ്റെ അവിടെ ഇവിടെയൊക്കെ എത്തിയിട്ട് കാണാം.